ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റാണീസ് രുചിക്കൂട്ട്. എൻ്റെ പല ഫ്രണ്ട്സും കുറേ നാളായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഇതിൽ കൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ ചേർത്ത് കഴിക്കുന്ന ചട്നി പൗഡർ ഇല്ലേ, അതിന്റെ റെസിപ്പിയാണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. നമുക്ക് റെസിപ്പി ഒന്ന് നോക്കിയാലോ. ഞാനിതിന് ഒരു ബൗള് ഉഴുന്നുപരിപ്പ് എടുത്തു, ഹാഫ് ബൗള് കടലപ്പരിപ്പും എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, പിന്നെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തില് കായം, 1 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് ഫ്രഷ് കറി ലീവ്സ്, പിന്നെ ഒരു 10 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, 2 നോർമൽ ചില്ലിയും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഹെവി ആയിട്ടുള്ള ഏതെങ്കിലും ചീനച്ചട്ടി, ഇരുമ്പ് ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഇറ്റാലിയത്തിന്റെ അങ്ങനെയൊക്കെ ഉള്ളത് വെച്ചാൽ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ. ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിന്റെ ഓരോ ഐറ്റവും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഉഴുന്നുപരിപ്പാണ് ചെയ്യുന്നത്. ഉഴുന്നുപരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ റോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി കടലപ്പരിപ്പും തോരപ്പരിപ്പും ഒരുമിച്ച് റോസ്റ്റ് ചെയ്യാം. ചെറുതായിട്ട് അതിന്റെ നിറമൊക്കെ ഒന്ന് മാറി ഒരു നല്ല ഒരു സുഗന്ധമൊക്കെ വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടൈം വരെ അതും ഇതേപോലെ തന്നെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. എന്നിട്ട് അതും പാത്രത്തിലേക്ക് മാറ്റണം. നമുക്ക് ഇതേപോലെ 2 എള്ളും വറുത്തെടുക്കാം. അതും സെപ്പറേറ്റ് ആയിട്ടോ നമ്മൾ ചെയ്യാറ്. എള്ള് കണ്ടോ, നമുക്ക് സൂക്ഷ്മമൊക്കെ കാണാം, അതിങ്ങനെ ചെറുതായിട്ട് പൊട്ടി വരുന്നത് കാണാം. അത് കഴിയുമ്പോൾ നമുക്കത് സെയിം പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. പെപ്പറും നമുക്കൊരു 2 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ കായം നല്ല ഹാർഡല്ലേ, അതുകൊണ്ട് നമ്മൾ ഇതിനെ ചെറിയ ചെറിയ പീസാക്കുവാണേ, അല്ലെങ്കിൽ മിക്സിയിൽ പൊടിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാവില്ലേ. എന്നിട്ട് നമ്മൾ 1 ടീസ്പൂൺ എണ്ണ ഈ ചീനിച്ചട്ടിയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ മുളകും കറിവേപ്പിലയും ഈ കായത്തിന്റെ പീസസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് കേട്ടോ. ഈ മുളക് കുറച്ചൊന്ന് സ്റ്റിഫാകുന്ന ഒരു സ്റ്റേജില്ലേ, അപ്പോൾ നമുക്ക് ഇതും അടുപ്പത്തൊന്ന് മാറ്റാം കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാറട്ടെ കേട്ടോ. ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ മുളകും കറിവേപ്പിലയും പിന്നെ കായവും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് നമ്മൾ പൊടിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വേണം പൊടിക്കാൻ. ഞാനിപ്പോൾ തൽക്കാലം 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ ചേർക്കാം. ഇതാ ചട്നിപ്പൊടിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ മുളക് ചേർക്കുന്നതും അതുപോലെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി മുളക് കുറച്ചും കൂടെയൊക്കെ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുളകൊക്കെ ചേർത്തോളൂ കേട്ടോ. ഞാനിവിടെ 12 ഒക്കെ എൻ്റെ മാക്സിമം ആണ്, ഇത്രയൊക്കെ ഇവിടെ ചേർക്കാറുള്ളൂ. ഇത് റെഡിയാക്കി കഴിയുമ്പോഴേ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കാൻ മറക്കരുത് കേട്ടോ. സുഖമായിട്ട് 3 മാസം 4 മാസം ഒക്കെ ഇരുന്നോളും. ഇതിൽ കാര്യമായിട്ട് നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ, ഒക്കെ ഡ്രൈ റോസ്റ്റ് അല്ലേ. രാവിലത്തെ നമ്മുടെ തിരക്കിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയോ ദോശയോ അടയോ ഒക്കെ ഉണ്ടാക്കിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇത് സുഖമായിട്ട് പൊയ്ക്കോളൂല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് ഒപ്പീനിയൻ പറയണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ചിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.